നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒമാനോട് അവസാന മത്സരത്തിലെ 9 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം ജയിച്ചെങ്കിലും ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് സിംബാബ്വേയും ശ്രീലങ്കയുമാണ് മുന്നോട്ട് പോയത്. സിംബാബ്വേയോട് തോറ്റു, ശ്രീലങ്കയോട് തോറ്റു, അങ്ങനെയാണ് ഓസ്ട്രേലിയ പുറത്താവുന്നത്. അപ്പോൾ ഈ അവസാന കളി വിജയിച്ചതിന് ശേഷം അവരുടെ നായകൻ മിച്ചൽ മാർഷ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിലെ ഫീലിംഗ് എന്താണ്, പുറത്തായി നാട്ടിലേക്ക് പോവുകയാണല്ലോ, എന്താണ് ഫീലിംഗ്? അദ്ദേഹം പറയുന്ന മറുപടി മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ പലതവണ പറഞ്ഞ പോലെ ഞങ്ങൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇറ്റ് ഈസ് എ ബിറ്റർലി ഡിസപ്പോയിൻറ്റഡ് ചേഞ്ചിങ് റൂം. വല്ലാതെ നിരാശരായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് റൂമാണുള്ളത്. ഞങ്ങളുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കഴിഞ്ഞ 1-2 മത്സരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല. ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ സിംബാബ്വേയോട് തോറ്റു, സ്വാഭാവികമായിട്ടും നിങ്ങൾ വലിയ പ്രഷറിലേക്ക് വീഴുകയും ചെയ്യും. എന്തായാലും അവർക്ക് ഞാൻ ഗുഡ് ലക്ക് നേരുകയാണ്. ഞങ്ങൾ കളിച്ച വിക്കറ്റ് അത്രയധികം സ്പിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഗൈസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്, താരങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ വിക്കറ്റ്, അതുപോലെ കഴിഞ്ഞ 2 വിക്കറ്റ്സ്, അതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിക്കറ്റുകളായിരുന്നു. എന്തായാലും വേണ്ട സമയത്ത് ഞങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റിയില്ല. കുഡ് നോട്ട് ഗെറ്റ് ദി ജോബ് ഡൺ വെൻ ഇറ്റ് മാറ്റേർഡ്. ഏതായാലും ഞങ്ങൾ ഒരു ടീം എന്ന നിലയിൽ കാര്യങ്ങൾ പരിശോധിക്കും. നമ്മൾ പരാജയപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പരാജയത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇതിനേക്കാൾ ഇനി ഡിസപ്പോയിൻറ്റഡ് ആവാനില്ല, വലിയ നിരാശയുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നു. എന്നിട്ട് കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കും. ദെൻ മൂവ് ഓൺ. അങ്ങനെയാണല്ലോ, അതാണിപ്പം മിച്ചൽ മാർഷ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.